ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു ഫോർവേഡ് മോഷൻ ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, ഒരു ഫോർവേഡ് മോഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്നാ ചെയ്യും? ഒപ്പോസ് ചെയ്യും, അല്ലേ? അല്ലേ? ശരിയാണോ? ഫ്രിക്ഷൻ എന്നാ ചെയ്യുന്നേ? Frictional force is acting in the opposite direction. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് ഇറ്റ് ഈസ് എ റെസിസ്റ്റീവ് ഫോഴ്സ്. ശരിയല്ലേ? റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലേ അത്? അപ്പൊ നമ്മളൊരു വസ്തു വലിക്കുമ്പം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ആ വസ്തുവിന്റെ ബോട്ടവും ഇപ്പൊ ഇവിടുന്ന് ഒരു തടിപ്പെട്ടി വലിക്കുവാണ്. അത് വലിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ കാര്യം ഈ സർഫസിൽ കുറെ റഫ്നെസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ റഫ്നെസ്സിലേക്ക് ഈ ബോഡിയുടെ റഫ്നെസ് ഇങ്ങനെ കൂടിക്കിടക്കുമ്പം ഇവിടെ എന്തുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് നല്ലൊരു ഫോഴ്സ് എപ്പോൾ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യുന്നു അപ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ വസ്തുവിനെ എൻ്റെ വശത്തേക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെയാണ് ഞാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്നാ? റെസ്റ്റിലിരിക്കുമ്പോൾ, അനങ്ങാതിരിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ. ഇപ്പൊ ഞാൻ ചോദിക്കുവാണ്, ഒരു ഡെസ്ക് ഞാൻ വലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചുകൊണ്ട് പോകാൻ എളുപ്പമല്ലേ? അപ്പൊ നമ്മൾ ഫോഴ്സിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് ഞാൻ ഇത്രയേറെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പൊക്കോണ്ടിരുന്നു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈ വാല്യൂ ഇങ്ങനെ കൂടി എടുത്തുകൊണ്ട് വരും. പിന്നെ കൈനറ്റിക് ആകുമ്പോഴോ അത് കുറയും. അപ്പം ഈ ഒരു പോയിന്റിൽ വെച്ച് ദിസ് ബോഡി ഈസ് സ്റ്റാർട്ട് ടു മൂവ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമതുള്ളതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ എപ്പോൾ ഓവർകം ചെയ്യുന്നു അപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ഓർ മ്യൂ കെ എന്ന് എഴുതാം. മ്യൂ കെ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷണൽ കോൺസ്റ്റന്റ് എപ്പോഴും ലെസ് ദാൻ ടു മ്യൂ എസ്. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ ഫോഴ്സ്. വാട്ട് ഈസ് നോർമൽ ഫോഴ്സ്? പുതിയൊരു ടേം പറയും. നോർമൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് എ ബോഡി. ഒരു ഡെസ്കിൽ ഒരു വസ്തു സ്റ്റേബിൾ ആയിട്ടിരിക്കുമ്പോൾ താഴത്തേക്ക് അതിന്റെ വെയിറ്റ് ഉണ്ടല്ലേ? വെയിറ്റ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ എന്നാ ചെയ്യണം? ശരിക്കും നമ്മുടെ ഭൂമി ഇതിനെ വലിച്ചുകൊണ്ടേ ഭൂമിയുടെ നടുക്കിരുത്തേണ്ടതായിരുന്നു. പക്ഷെ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു നാച്ചുറൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. നാച്ചുറൽ റിയാക്ഷൻ ഫോഴ്സ് ഓർ നാച്ചുറൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് ഓർ നാച്ചുറൽ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ എഫിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എൻ എഴുതി കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്രിക്ഷണൽ കോൺസ്റ്റന്റ്. സ്റ്റാറ്റിക് ആണെങ്കിൽ മ്യൂ എസ് ഇൻറ്റു എൻ എഴുതുന്നത്. ഇതാണ് ആദ്യം പഠിക്കേണ്ട ഇക്വേഷൻ. ആദ്യം നമ്മൾ എന്നാണ് പഠിച്ചത്? ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഈസ് ദ ഒപ്പോസിങ് ഫോഴ്സ്. ശരിക്കും ഇതിനെ പറയുന്നത് ഇതൊരു ഈവിൾ ആണെന്നാണ് പറഞ്ഞത്. ഈവിൾ, ചെകുത്താനാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളൊരു ചെകുത്താനാണ്. നടക്കാൻ ഫ്രിക്ഷൻ വേണ്ടേ? ഇല്ല തെന്നി അങ്ങ് പോയാൽ നാലിച്ചേക്ക് പായുള്ളിടത്ത് നമ്മൾ തെന്നി അങ്ങ് പോയാൽ അങ്ങ് പോകും, തലയും തല്ലി വീണ് ചത്തുപോകും. ഒരു മാർബിൾ അല്ലെ ടൈല് മുഴുവൻ എണ്ണ വീണ് കിടക്കുക, നമ്മൾ തെന്നി അങ്ങ് പോകും. അപ്പം നമുക്ക് നടക്കണമെങ്കിലും വണ്ടി ഓടിക്കണമെങ്കിലും ബ്രേക്ക് ചവിട്ടണമെങ്കിലും നിത്യജീവിതത്തിൽ എല്ലായിടത്തും എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. അതുകൊണ്ട് അങ്ങനെ ഒരു കൊട്ടേഷൻ എന്നിട്ട് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക, എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ നെസസറി ഈവിൾ. ആവശ്യമായ ഒരു ഈവിൾ, ഒരു ചെകുത്താനാണ്
ഫ്രിക്ഷൻ എന്ന് പറയും. പക്ഷെ നോക്കൂ, ഇതുകൊണ്ടുള്ള ദോഷം എന്നാണ്? വെയറിങ് ആൻഡ് ടയറിങ് എന്ന് കേട്ടിട്ടുണ്ടോ? തേയ്മാനം എന്ന് പറയും. ഓക്കെ, വെയറിങ് ആൻഡ് ടയറിങ്. ഇപ്പൊ നമ്മുടെ ഷൂ ഒക്കെ ആണെങ്കിൽ, നമ്മളുടെ ചെരുപ്പൊക്കെ ആണെങ്കിൽ തേഞ്ഞു പോകും, അടിയിലത്തെ ഗ്രിപ്പല്ലേ. വെയറിങ് ആൻഡ് ടയറിങ്. സംടൈംസ് ഹീറ്റ് ലോസ് ഉണ്ടാവും. രണ്ട് സാധനം കൂട്ടി ഉരച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഹീറ്റ് ഉണ്ടാകും, അല്ലെ ഹീറ്റ് ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ എനർജി ലോസ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണെങ്കിൽ പോലും ഇതിനിങ്ങനെ കുറെ ഇതുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ആൻ നെസസറി ഈവിൾ എന്ന് പറഞ്ഞ ഒരു കൊട്ടേഷനിലാണ് നമ്മൾ ഫ്രിക്ഷനെ വിളിക്കുന്നത്. Then I said there are two type of friction, static and kinetic friction. ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ we want to apply a force greater than to the frictional force, and that is called static friction. F directly proportional to n, F is equal to a constant into n, F is equal to mu s into n, where mu s is the static frictional constant. Any when this body start to move, we can say that F is directly proportional to n, F is equal to a constant into n, F is equal to mu k. അങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതി തന്നിരിക്കണേ. mu k into n എന്ന് എഴുതിയാൽ mu k is the kinetic frictional constant. അങ്ങനെ നമ്മളിപ്പം പണ്ട് ഈ ചക്രം കണ്ടുപിടിച്ച കാര്യം പറഞ്ഞ പോലെ പണ്ടൊരു രാജാവ് യുദ്ധത്തിന് പോയി, കുതിരയിലാ പോണെ. ഈ തീ കണ്ടുപിടിച്ചതിന് ശേഷം ഏറ്റവും വലിയ മനുഷ്യന്റെ കണ്ടുപിടുത്തമായിരുന്നു ചക്രത്തിന്റെ കണ്ടുപിടുത്തം. അപ്പൊ ആദ്യം യുദ്ധത്തിന് പോയപ്പോ ഈ കുതിര വലിച്ചുകൊണ്ട് പോയത് ചതുരത്തിലുള്ള ടയറേല. മനസ്സിലായി? അന്ന് ചക്രം കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പോയപ്പം അതിന്റെ സ്പീഡ് വളരെ കുറവാകുന്നതുകൊണ്ട് ഈ വശം കട്ട് ചെയ്തപ്പോൾ ഒരുമാതിരി ഇങ്ങനെ ഹെക്സഗൺ പോലെ ഇങ്ങനെ. പിന്നെ അതിന്റെ സ്പീഡ് കൂടാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് അവസാനമാണ് നമ്മൾ എന്നാ കണ്ടുപിടിച്ചത്? സർക്കുലാർ ഷേപ്പ് എന്ന് പറയുന്ന കണ്ടുപിടിച്ചത്, ചക്രം കണ്ടുപിടിച്ചത്. ചക്രം വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സാധനം ചതുരത്തിയിരിക്കുന്ന ഒരു സാധനം നിലത്തോടെ വലിക്കുന്നതാണോ, അതിനെ ചക്ര രൂപത്തിരിക്കുന്ന ഒരു സാധനം ഉരുട്ടി വിടുന്നതാണോ എളുപ്പം? Rolling friction. New term is there, that is called rolling friction. Rolling friction always be less than to static friction and also less than to kinetic friction, and that is called rolling friction. അപ്പൊ പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിക്കാം. നമ്മളുടെ മെഷീനറികളിലൊക്കെ ഈവൻ നമ്മളൊരു കളിപ്പാട്ടം എടുത്താലും നമുക്കറിയാം ഇങ്ങനെ സർക്കുലർ രീതിയിൽ കീ കൊടുക്കുന്ന ഒരെണ്ണം കാണും. അതോട് ചേർന്ന് വേറെ ഒരെണ്ണം കൊടുത്താലും അതും സർക്കുലർ രീതിയിലായിരിക്കും. എല്ലായിടത്തും ഏത് ഷേപ്പ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ സർക്കുലർ ഷേപ്പ്. അതെന്തിനാണ് സർക്കുലർ ഷേപ്പിൽ വെക്കുന്നത്? ഇൻ ദാറ്റ് ഓൺലി ആക്ടിങ് റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ലെസ് ദാൻ ടു സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് വി വാണ്ട് ടു ട്രൈ ടു ലെസ് ദ എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അവിടെ പിന്നെ ഒരു കാര്യവും കൂടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ലൂബ്രിക്കൻസ്? What are lubricants? Lubricants are the material that which added between these two shafts. ബട്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്കറിയാം JCB അല്ലെ എവിടെയെങ്കിലും നമ്മുടെ സൈക്കിളിന്റെ ചെയിനൊക്കെ കേടായ അല്ലെങ്കിൽ കിരികിരാന്നാവുകയാണ്, ചവിട്ടുമ്പോൾ മുറിവാണ്, നമ്മൾ എന്നാ ചെയ്യും? എണ്ണ ഒഴിച്ചു കൊടുക്കും അല്ലേ? ഈവൻ തയ്യൽ മെഷീൻ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എണ്ണ ഒഴിച്ചു കൊടുക്കും. വണ്ടിക്കാണ് ഗ്രീസ് ഒഴിച്ചു കൊടുക്കും. JCBക്കാണ് ഒരു കുറ്റിക്കകത്ത് ഗ്രീസ് പമ്പ് ചെയ്തു. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? To reduce the friction. To reduce the friction നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന വസ്തുക്കൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കൻസ്. കാര്യം പറഞ്ഞാൽ ചെറുതാണെന്ന് തോന്നും. 3 ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട് അബൌട്ട് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ, ഏതാണ് വലുത് ചെറുതിന്റെ ഓർഡർ, വാട്ട് ആർ ലൂബ്രിക്കൻസ്. ഏറ്റവും ഫ്രിക്ഷണൽ വാല്യൂ ഏറ്റവും കൂടുതൽ ഏതിനാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. When the body start to move, it can be easily moved. Then static friction is converted to kinetic friction. But if the shape of the body is in circular shape or cylindrical, ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഷേപ്പ് ഏതാണെങ്കിലും, we can reduce the kinetic friction again more and more times, and that case it is in the shape of a circular motion or rolling friction. And rolling friction mu r, അതിനെ വേണം mu r കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ mu r is ഏറ്റവും ലെസ് ദാൻ ആയിരിക്കും, greater than mu k. That is greater than mu s. ടോപ്പിക്ക് മനസ്സിലായോ? ഇറ്റ്സ് വെരി സിമ്പിൾ ബട്ട് വെരി വെരി നെസസറി. ഒരു ബാങ്കഡ് റോഡ് അല്ലെ ഒരു വളവുള്ള റോഡ്, ഒരു ബാങ്കഡ് റോഡ്
ബാങ്കഡ് റോഡിന്റെ പ്രത്യേകത എന്നാന്നാ പറഞ്ഞേ, ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ? ബാങ്കഡ് റോഡ് ഈസ് എ റേസിംഗ് ഔട്ടർ എഡ്ജ്. ഇതാണ് കേട്ടോ ഇതിന്റെ ഔട്ടർ എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ഒരു സർക്കിളായിട്ട് വേണേൽ കൺസിഡർ ചെയ്യാലോ. അടുത്ത പറമ്പിലൂടെ കയറിപ്പോയി ഇതിങ്ങനെ വളഞ്ഞ് നേരെയായി ഇങ്ങോട്ട് പോകുന്നു, ഈ വഴി ഇങ്ങോട്ടും പോയി. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ വളവിനെ നമുക്ക് ഒരു സർക്കുലർ പോർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാലോ. ശരിയല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്നർ പോർഷൻ അല്ലെങ്കിൽ ഇന്നർ എഡ്ജ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ ഔട്ടർ എഡ്ജ്. അപ്പം ഒരു ബാങ്കഡ് എഡ്ജിന് അല്ലെങ്കിൽ ഒരു ചെരിവുള്ള റോഡിന് രണ്ട് വശം കാണും. ഇനി നിങ്ങൾ ഏത് വഴി നോക്കിയാലും അറിയാം ഇതിനേക്കാളും ഇച്ചിരി പൊക്കക്കൂടുതലായിരിക്കും ഈ വശത്തിന്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത് വരച്ചതിനകത്ത് മനസ്സിലാവും നിങ്ങൾക്ക്. ഈ വശത്തിനായിരിക്കും ഇച്ചിരി പൊക്ക കൂടുതൽ. ഔട്ടർ സൈഡ് ഓർ ഔട്ടർ എഡ്ജ് ഓഫ് ദ കർവ്ഡ് റോഡ് ഇസ് ലിറ്റിൽ എബവ് ദ ഇന്നർ എഡ്ജ് ഓഫ് ദ റോഡ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ ബാങ്കഡ് റോഡ്. അല്ലെ, നിങ്ങൾ ചുരങ്ങളൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ചുരം ഇറങ്ങി ഇങ്ങ് വരുമ്പോൾ എവിടെയാണോ വളവുള്ളത് അകത്തെ വളവിന്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും പൊക്ക കൂടുതൽ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങോട്ട് വരാനാ, നടുക്കോട്ട് പോയിന്റ് ചെയ്യാനില്ല, നമ്മൾ അങ്ങോട്ട് തെറിച്ചു പോകും. മനസ്സിലായോ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞ എന്നാ? ഒരു സർക്കുലർ പാത്ത് കൊടുക്കുമ്പം അതിന്റെ ഇൻസൈഡിലേക്ക് നമ്മളെ വലിച്ചു നിർത്തുന്ന, അതിന്റെ അകത്തേക്ക് നമ്മളെ വലിക്കാൻ കൊണ്ടുവരുന്ന, പിടിച്ചു നിർത്തുന്ന ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ വലിച്ചു നിർത്തണമെങ്കിൽ പുറത്തു വശത്തോട്ട് നമ്മൾ തെറിച്ചു പോകാതിരിക്കാൻ ഔട്ടർ എഡ്ജ് എപ്പോഴും എന്ത് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്, ഔട്ടർ എഡ്ജിന് ഒരല്പം പൊക്കം കൂട്ടി കൊടുക്കും. മനസ്സിലായോ? ബൈഹാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സിമ്പിൾ അല്ലേ അങ്ങനെ പഠിച്ചാല്. റേസിംഗ് അതായത് ഉയരം കൂട്ടുക. റേസിംഗ് ദ ഔട്ടർ എഡ്ജ് ഓഫ് എ ബാങ്കഡ് റോഡ് എന്ന് പറയാൻ പറ്റിയല്ലോ. കർവ് ബാങ്കഡ് റോഡ് എന്നാന്ന് എഴുതാൻ പോകാൻ ഓഫ് എ കർവ്ഡ് റോഡ് ലിറ്റിൽ എബവ് ഓർ ദാൻ ദ ഇന്നർ എഡ്ജ്. ഇത്രയും പോരെ? അകത്തെക്കാളും ഒരല്പം പൊക്ക കൂടുതൽ ഔട്ടർ സൈഡിൽ, വളവിന്റെ ഔട്ടർ സൈഡിൽ കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, ഒരു ബാങ്കഡ് റോഡ് എന്ന് പറയുന്നത്. വായിച്ചോട്ടെ? എഴുതി തന്നിട്ടുണ്ട് നിങ്ങളുടെ ബുക്കിലെ നോട്ടയിലെ തന്നെ സാധനം ഞാൻ വായിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും അടിക്കണ്ട. സോ ഇനി പറയാണ് ഒരു ബാങ്കഡ് റോഡ്, അതായത് ഒരു റോഡിന്റെ ചെരിവ് നമുക്ക് തന്നിരിക്കുക. ഇതാ ഇത്രയും ചെരിവുണ്ട് ഈ റോഡിന്. അപ്പൊ ഹൊറിസോണ്ടലായിട്ട് ഇതാണ് ഹൊറിസോണ്ടൽ, ഇത്രയാണ് അതിനുണ്ടായ ചെരിവ്. അപ്പൊ നമുക്കറിയാം ഇവിടെ അതൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് എഴുതി. കുഴപ്പമില്ലോ. ദിസ് ഈസ് എ ബാങ്കഡ് റോഡ്. ഇത് അതിന്റെ ഹൊറിസോണ്ടല്. ഈ പറയുന്ന പോലെ ഇതിലെ ഒരു കാറ് പോരുക. ഇങ്ങോട്ടാ വീശുന്നത്. അപ്പൊ കാറിന്റെ ഫ്രണ്ട് വശം ഇവിടെ ഇരിക്കുന്നു. ഇതെന്നായി കാണുന്നത്? ആ, ഇതൊരു കാറാണ്. ജീപ്പാട്ടോ. ജീപ്പായില്ലേ? അപ്പം ഇവന് കൃത്യം താഴത്തോട്ടുള്ള ഫോഴ്സ് ഏതാ? കൃത്യം താഴത്തോട്ട്. കൃത്യം താഴത്തേക്കുള്ളത് അതിന്റെ വെയിറ്റ് ആണ് ആക്ച്വലി, അല്ലേ? അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കുഴപ്പമില്ലല്ലോ.
ഇനി ഞാൻ പറയാണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാകുമെന്ന് മുമ്പേ പറഞ്ഞായിരുന്നല്ലേ. ഇവിടുന്ന് ഒരു നോർമൽ ഫോഴ്സ് വണ്ടി എങ്ങനെ കിടക്കുന്നോ വണ്ടിക്ക് നോർമൽ ആയിട്ട് ഇതാ ഇങ്ങനെ. മനസ്സിലായോ? വണ്ടിയുടെ കൃത്യം നടുക്കോടെ മുകളിലോട്ടിരിക്കട്ടെ. അതാണ് നമ്മളുടെ എൻ ഓർ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ മുമ്പേ വരച്ച ഈ ലൈന് ഞാൻ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഇങ്ങ് വരയ്ക്കുക എന്ന് നോക്കുക. അപ്പൊ ഇതല്ലേ ഒറിജിൻ, ഇവിടെയല്ലേ അത് ഉണ്ടാക്കുന്ന ആംഗിൾ ഇരിക്കണേ. അപ്പൊ ഇതിനെ ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാല് ഇത് ഒറിജിൻ ആണ്. ഇവിടെ നിന്ന് നോക്കണം, ഇതാണ് അതിന്റെ എക്സ് ആക്സിസ്, ഇതാണ് ഇതിന്റെ പച്ച കൊണ്ട് തന്നെ എഴുതാം. നന്നായിട്ട് മനസ്സിലാവും. എന്തി മനസ്സിലാവും പേന. ഇതാണ് ഈ തീറ്റ ഇങ്ങോട്ട് വരച്ചാൽ നമുക്കറിയാം ഒരു വെക്ടറിന്റെ ഇങ്ങോട്ടൊരു കമ്പൗണ്ട് ആണെങ്കിൽ അത് കോസ് തീറ്റ കമ്പൗണ്ട് ആയിരിക്കും എക്സിലോട്ട്. ഇത് വൈ ആണെങ്കിൽ ഇതിന് നമുക്ക് എന്നാന്ന് എഴുതാം, എൻ കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. ഇതിന് എന്നാന്ന് എഴുതാം, എൻ സൈൻ തീറ്റ എന്ന് എഴുതാം. അത്രയും മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയുകയാണ് ഇവനൊരു ചെരിവുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകത്തേക്ക് വലിക്കാൻ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അതിനെ റോസ് കൊണ്ട് വരയ്ക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നടുക്കോട്ട് മറിഞ്ഞു പോകാതെ വലിച്ചു പിടിക്കുന്ന ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവനുണ്ട്. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ തീറ്റ. ശരിയല്ലേ? ഇത് തീറ്റ ആകുമ്പം ഇവിടെ നോക്കിയാൽ ഇതാണ് അതിന്റെ എക്സ് ആക്സിസ്, ഇതാണ് അതിന്റെ വൈ ആക്സിസ്. ഇത് വൈ ആക്സിസ് ആയി, ഇത് ഇതിന്റെ എഫിന്റെ എക്സ് ആക്സിസ് ആയെങ്കിൽ ഇതെന്നതായിരിക്കും, എഫ് എക്സ് ആക്സിന്റെ അമൗണ്ട് ഏതാ, എഫ് കോസ് തീറ്റ, വൈ ആക്സിന്റെ അമൗണ്ട് എഫ് സൈൻ തീറ്റ. ഇത്രയും അറിഞ്ഞാൽ പരിപാടി തീർന്നു. മനസ്സിലായോ? ചിത്രം മനസ്സിലായോ? വളരെ ക്ലിയർ ആയിട്ട്. ചിത്രം വരച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നില്ല, താഴത്തേക്കുള്ളത് വെയിറ്റ് എം ജി. ഇതെന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അതിനെ അങ്ങോട്ട് ഈ ആംഗിൾ, അതും പച്ച കൊണ്ട് തന്നെ അറിയാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. ഈ ആംഗിള് തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് മുട്ടിക്കുമ്പോൾ ഇത് എക്സ് ആക്സിസും, ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് വൈ ആക്സിസ്. അപ്പം എക്സ് ആക്സിസിലുള്ള എൻ കോസ് തീറ്റ, ഇത് എൻ സൈൻ തീറ്റ. ഓക്കെ. ഇനി എഫ് എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ളത് അകത്തേക്ക് വലിച്ചു നിർത്തുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിന് എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് അത്. അപ്പൊ അതിന്റെ കമ്പൗണ്ട് ഇങ്ങോട്ട് വരയ്ക്കണേ. ഈ വശത്ത് തീറ്റയാണ്, അതായിരിക്കും എക്സ് ആക്സിസ് ആയിട്ട് വരുന്നത്. ഇത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാണ് മുകളിലേക്കുള്ള ഫോഴ്സ് താഴത്തേക്കുള്ള ഫോഴ്സും സെയിം ആണെന്നിരിക്കട്ടെ. ദ അപ്വേർഡ് ഫോഴ്സ്, ഞാൻ വേറെ രീതിയിലാണ് കേട്ടോ തെളിയിക്കണേ. അതായത് നിങ്ങളുടെ തെളിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് സെന്റൻസുകൾ ഇച്ചിരി മാറ്റണം എന്നേ ഉള്ളൂ. അപ്വേർഡ് ഫോഴ്സ് ഏതാണ്? അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ്. അപ്വേർഡിലോട്ട് ഏതൊക്കെയാ ഉള്ളത്? വെരി ഗുഡ്. എൻ കോസ് തീറ്റ മുകളിലോട്ട്, താഴത്തേക്കോ എഫ് സൈൻ തീറ്റ പ്ലസ് ഇതും കൂടെ ഉണ്ട്, വെയിറ്റും കൂടെ. അപ്പൊ എന്നെ എഴുതാൻ പറ്റും, എം ജി പ്ലസ് എഫ് സൈൻ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ ഫോഴ്സ് കണ്ട, ഈ ഫോഴ്സ് ഇത് ഇവിടെ ഇങ്ങോട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സിനെയാണ് നമ്മുടെ ഈ ഫോഴ്സിന്റെ മൊത്തം കമ്പൗണ്ട് ഇങ്ങനെ വന്നില്ലേ, മനസ്സിലായോ? ഈ ചെരിവിനെ ഇങ്ങ് പിടിച്ചു നിർത്തുന്ന, അകത്തേക്ക് പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ഏതാണ്? ഇൻവേർട്സിൽ ഇവിടെയുള്ള ഫോഴ്സ് ഏതാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്.
സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നില്ലെന്ന് തോന്നുന്നു. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mv²/r. അറിയാവോ അത്? ഇത് ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ആ സർക്കിളിന് പുറത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, അത് ഇക്വിലിബ്രിയത്തിൽ പിടിച്ചു നിർത്തി. ഒരു കല്ല് എറിയുമ്പോൾ കല്ല് കയ്യിലിട്ട് കറക്കുമ്പോൾ ഞാൻ നാളെ പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്, അകത്തോട്ടും പുറത്തോട്ടും തിരിച്ചു പോകാതിരിക്കാൻ. അതിന്റെ റേഡിയസ് r ആണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് mv²/r. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സ് ഓവർകം ചെയ്യുന്നത്. ആര് ഓവർകം ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ഫോഴ്സ്, അകത്തേക്കും പുറത്തേക്കുമുള്ള ഫോഴ്സ്. അപ്പം mv²/r സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെങ്കിൽ ആ mv²/rനെ ഇത് ഒപ്പോസ് ചെയ്യും. ഇത് ഇങ്ങോട്ടുള്ളത് അവൻ ഏതൊക്കെയാ ഉള്ളത്? ഇങ്ങോട്ടുള്ളത് ലെഫ്റ്റിലേക്കുള്ളത് n sin theta plus f cos theta is equal to mv²/r, that is equal to centripetal force. That is equation number 2. സംശയമൊന്നുമില്ല, ഇത് വെരി സിമ്പിൾ ആണ് മനസ്സിലാക്കിയ. ഇനി ഞാൻ ഫ്രിക്ഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതും. ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്നാ പറഞ്ഞ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ F equal to μs into that is equation number 3. 3നെ ഞാൻ ഒന്നിലോട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പൊ എന്നാ കൊടുക്കാനുള്ളത്? എഫ് ഉണ്ട്, ഇവിടെ ഒരു എഫ് ഉണ്ട്. ഈ എഫ് കൊടുക്കുക. എഫ് കൊടുത്തു കഴിഞ്ഞാൽ n cos theta is equal to mg plus μs into n sin theta. എന്നുള്ള രണ്ടിനെ ഒരു വശത്തോട്ട് കൊണ്ടുവരാലോ. n cos theta minus μs n sin theta is equal to mg. n ഒരു കോമൺ ആണ്. n equal to n into cos theta minus μs sin theta is equal to mg. Equation number 4. Similarly, എന്നാ ചെയ്യണം? 3നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ എന്ത് എഫ് ഇവിടെ കിടക്കുന്നു, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n sin theta plus μs into n into cos theta is equal to mv²/r. n കോമൺ ആണല്ലോ. n into sin theta plus μs cos theta is equal to mv²/r. That is equation number 5. ഇവിടെ വരെ എഴുതിയ തീർന്ന പരിപാടി. ഇനി 4/5 ഇപ്പൊ എങ്ങനെയാവും? n into cos theta മുത്തെഴുതിയേക്കാം minus μs into sin theta is equal to mg divided by n into sin theta plus μs cos theta equal to divided by mv²/r അല്ലേ? അപ്പൊ r മോളിൽ പോകൂലോ അല്ലേ? mv² ഡിവൈഡഡ് ബൈ r അല്ലേ? അപ്പം 1/r മോളിൽ പോയി അല്ലേ? r മോളിൽ വന്നു എന്ന് മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ല, അത് അത്ര നിങ്ങൾ കുഞ്ഞു കാര്യമുള്ളൂ. എന്നും വെട്ടിക്കളയാം, എമ്മും വെട്ടിക്കളയാം. എല്ലാം വെട്ടിക്കളയാനുണ്ടോ? എന്നാ v²നെ ഒന്നോടെ നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതിയേക്കാം. cos theta minus μs sin theta divided by sin theta plus μs cos theta equal to g into r divided by v². മാക്സിമം വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് v ആണ് കിട്ടേണ്ടത്. അപ്പൊ v² ഞാൻ ഇങ്ങോട്ട് കൊണ്ട് v² is equal to ഇത് ഇങ്ങോട്ട് പോകും, ഇതിങ്ങോട്ട് g into r അല്ലെ r into g into sin theta plus
mu s cos theta. mu s cos theta divided by Cos theta minus sin theta. cos theta minus Mu s mu sin s theta. sin theta. ഈ ഇക്വേഷനെ മൊത്തം കോസ് തീറ്റ കൊണ്ട് ഹരിക്കുക വലതുവശം മുഴുവൻ RHS ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്നാ പറ്റും? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു R ഇൻറ്റു ജി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ പൊക്കോളൂല്ലോ mu s ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 മൈനസ് mu s ടാൻ തീറ്റ. ഇനി വി കാണാൻ ചെയ്യണം, ഇതിന്റെ റൂട്ട് എടുക്കണം അല്ലേ? വി സ്ക്വയറാ കിട്ടിയേക്കുന്നത്. വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് mu s ഡിവൈഡഡ് ബൈ 1 മൈനസ് mu s ടാൻ തീറ്റ. തീർന്നില്ലേ? നിങ്ങൾ പഠിച്ച ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ച രീതിയിൽ തന്നെ ഞാൻ ഇച്ചിരി എരിവും പുളിയും ഉപ്പൊക്കെ ചേർത്ത് എളുപ്പമാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബെറ്റർ ഫീൽ തോന്നിയോ? ഇപ്പം 2 പടത്തിന്റെ പോലും ആവശ്യമില്ലടോ. ഇത് എന്തിനാ ഇതെല്ലാം വരച്ച് പിള്ളേരെ കൺഫ്യൂഷൻ? ഒറ്റ പടം മതി. താഴേക്കുള്ളത് വെയിറ്റ്, ഓക്കെ, അതിന് കൃത്യ മുകളിലോട്ടല്ല റിയാക്ഷൻ ഫോഴ്സ്. റിയാക്ഷൻ ഫോഴ്സ് വസ്തുവിന് നോർമലാണ്, അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. അപ്പൊ ഇതുമായി എൻ വരയ്ക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ മുകളിലോട്ടാണ്. കണ്ടോ? എൻ എപ്പോഴും വസ്തുവിന്, മലയാളം എഴുതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, വസ്തുവിന് പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് അറിയേണ്ടത്. അപ്പൊ അതിനെ എന്നിനെ എക്സും വൈയും എടുത്തു. എന്നിന് ഇങ്ങോട്ടായിരിക്കണം. അപ്പൊ ഈ വശം നോക്കിയപ്പോൾ ഇതാ തീറ്റ. അപ്പൊ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് ഇതിന്റെ വൈ ആക്സിസ്. എഫ് താഴത്തേക്ക് ഇങ്ങോട്ട് ആംഗിൾ വരച്ചു. അപ്പൊ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, അതിന്റെ എഫ് കോസ് തീറ്റ എഫ് സൈൻ. ഇനി മുകളിലോട്ടുള്ളത് താഴത്തോട്ടുള്ളത്. ഇടത്തോട്ടുള്ളത് നമ്മൾക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന് ആരോ ഓപ്പോസ് ചെയ്യും? ഗ്രാവിറ്റി ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പം മുകളിലോട്ടുള്ളത് എൻ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇത് രണ്ടും വരും. ഇവിടെ ഒരു വെയിറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടും എഫ് സൈൻ തീറ്റ പ്ലസ് വെയിറ്റ്. ഇനി ലെഫ്റ്റിലോട്ടുള്ളതോ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. അതിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പുറത്തേക്ക് തെറിച്ചു പോകാതിരിക്കാൻ പിടിച്ചു നിർത്തുന്ന അകത്തോട്ടുള്ള ഫോഴ്സ്. അല്ല ഇങ്ങോട്ടൊരു വരയോടെ വരച്ചു കഴിഞ്ഞാൽ എം ബി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ മൊത്തം തീർന്നില്ലേ? പടത്തിൽ തന്നെ എല്ലാം എഴുതാം. ഇതേ ഈസ് ഈക്വൽ ടു ഇതേ പ്ലസ് ഇത്, ഇതേ പ്ലസ് ഇതേ ഈസ് ഈക്വൽ ടു ഇത്. അത് രണ്ടും കിട്ടിയല്ലോ. ഇനി എന്നാ ചെയ്യണം? എഫ് ഈക്വൽ ടു mu s ഇൻറ്റു എൻ എടുത്തേച്ച് 2 എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ഈ ഉത്തരം എല്ലാം ശരിയാ. പിന്നെ ഈസിയർ വേയിൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യും? ഒരു കോസ് തീറ്റ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് ടാൻ ആയിക്കോളും, ഇത് വെട്ടിയും പൊക്കോളും. എനിക്ക് തോന്നുന്നു ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളായിരിക്കും. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ട് എസ് ആയിട്ട് എഴുതി പഠിക്കാൻ പറ്റുമോ? എസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അവിടെ പുസ്തകത്തെ നോക്കി, ഇവിടെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പടം കണ്ടോ? ഈ പടം നമ്മുടെ മ്യൂസ് കണ്ടോ? ആ എസ് എ, അതെ, അത് 2017 മാർച്ചിൽ ചോദിച്ചു. ഈ വർഷം ചോദിക്കും ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഏത് വർഷം? 2011 മാർച്ചിൽ ചോദിച്ചു. തൊട്ടിപ്പുറ വേറെ എങ്ങോട്ടും പോകേണ്ടത്, ഇവിടെ കിടക്കുന്ന ആ ചോദ്യം എന്തേ തൊട്ടിപ്പുറ താഴെ 2011 സേയ്ക്ക് ചോദിച്ചു. അതേ ചോദ്യം 2013 സേയ്ക്ക് ചോദിച്ചു. പോന്നു കഴിഞ്ഞാൽ 2018 മോഡൽ പരീക്ഷ നടന്നതിനകത്ത് ചോദിച്ചു. അവിടെ നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ 2018 സേയ്ക്ക് ചോദിച്ചു. അവിടെ എല്ലാം ഈ ഒറ്റ കാറ് വരച്ച പേടി വരും.
2019 മോഡലിന് ചോദിച്ച് കാറൊന്നും വരച്ചിട്ടില്ല. പടം അവരങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലോ, പടം വേറെ ആയിപ്പോയെന്നുള്ളൂ. 2019 മാർച്ചിലെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇത്രയും പ്രാവശ്യം ചോദിച്ച ചോദ്യമായി, ഒരു സംശയം ഉണ്ടാവില്ല. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഗ്രൂപ്പിൽ, നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഇറങ്ങും. ഈ ഡെറിവേഷൻ എനിക്ക് പിന്നെ ഒന്ന് എഴുതി വെക്കാൻ വളരെ സിമ്പിളായിട്ട് ഡെറൈവ് ചെയ്യാം. എന്നാൽ നിങ്ങൾ എഴുതിയെടുത്തോളാവോ?